ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ലൊരു ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വെജിറ്റബിൾ ബ്രെഡ് പോക്കറ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു 10 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം സൈഡൊക്കെ കളഞ്ഞ്, അത് കളയേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ബ്രെഡ് ക്രംസായിട്ട് എടുക്കേണ്ടതാണ്. എല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിലേക്ക് നമ്മളൊരു ഫില്ലിങ് തയ്യാറാക്കുന്നുണ്ട്. വളരെ ചെറുതായി കൊത്തി അരിഞ്ഞ 1 കപ്പ് കാബേജ്, പിന്നെ കുക്കുംബർ, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മയോണൈസ്. ഇത് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. പെട്ടെന്ന് ഫില്ലിങ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അത് മാറ്റി വെച്ച് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി 1 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 മുട്ടയും ഈ ബാറ്ററിന് ആവശ്യമായ ഒരല്പം ഉപ്പും ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നമുക്കൊരു തിക്ക് ബാറ്ററാക്കി എടുക്കണം. പെട്ടെന്ന് നമുക്കിത് ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് നമ്മൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒരു ചപ്പാത്തി റോളറോ എല്ലാം വെച്ച് ആ ബ്രെഡൊന്ന് പരത്തിയതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് അരികിലൂടെ ഒന്ന് തേച്ച് കൊടുത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഫില്ലിങ് വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുത്ത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ബാറ്റർ ഒരല്പം ബ്രഷ് ചെയ്ത് കൊടുത്ത് എല്ലാ സൈഡിലും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളി നമ്മുടെ ബ്രെഡ് പോക്കറ്റ് റെഡിയായി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ്. ഇച്ചിരി ടൊമാറ്റോ സോസൊക്കെ മുക്കി കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അധികം എണ്ണയൊന്നും വേണ്ട. പെട്ടെന്ന് നമുക്കിത് ബ്രെഡ് ആയതുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വളരെ എളുപ്പവുമാണ്. അങ്ങനെയെല്ലാം ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഈസി റെസിപ്പികൾക്ക് എൻ്റെ അക്കൗണ്ടൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇത് 4 മണിക്കൊക്കെ നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.